പ്രചരണത്തിനല്ലല്ലോ, ബിജെപിയുടെ പ്രചരണം. സ്ഥാനാർത്ഥി എന്നുള്ള ബിജെപിയുടെ പ്രചരണം നമ്മൾ തുടങ്ങി, അത്രയേ ഉള്ളൂ. അല്ലല്ല, ഞാൻ സ്ഥാനാർത്ഥി എന്ന് ആര് പറഞ്ഞു? എന്നോട് പാർട്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ ഞാൻ സ്ഥാനാർത്ഥിയാണ്. അല്ല, ഇപ്പൊ ഇത്തവണ സ്വാഭാവികമായിട്ടും സാധ്യത കൂടുതൽ. ഇപ്പോൾ ചേച്ചി കഴിഞ്ഞ 2 തവണ ഇവിടെ നിയമസഭാ സ്ഥാനാർത്ഥിയായിരുന്നു ചേച്ചി, UDF-ലായിരുന്നു മാത്രം. അപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരെയും പാർട്ടി എല്ലാ ആളുകളെയും നന്നായിട്ട് അറിയാം. അത് വിജയസാധ്യത സത്യത്തിൽ ചേച്ചി വന്നാൽ കൂടില്ലേ? അതൊന്നും എനിക്കറിയില്ല. ഞാൻ മാക്സിമം എൻ്റെ പണി ഞാൻ ചെയ്യും. എന്നെ പണിയാതിരുന്നാൽ മതി. കാരണം ഇത്രയും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വളരെ പ്രതീക്ഷയോടെ വന്നത്, വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ പോയത്. അത് ഇപ്രാവശ്യം ഉണ്ടാവില്ല. കാരണം എനിക്ക് തൃശ്ശൂരുകാരെ അറിയാം. അതിലൊരു 5-6 പേര് നമുക്കിട്ട് താങ്ങി എന്നല്ലാണ്ട് തൃശ്ശൂരുകാർ അല്ലെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് തൃശ്ശൂർക്ക് തന്നെ വരില്ലല്ലോ. അത് എൻ്റെ നാട്ടുകാരോടുള്ള എൻ്റെ സ്നേഹമാണ്. മത്സരിക്കുകയാണെങ്കിൽ തൃശ്ശൂർ തന്നെയാണ് മനസ്സിലുണ്ടായിരുന്നു. അതുണ്ടായിരുന്നു, അത് ഉറപ്പാണ്. മത്സരിക്കാൻ പറഞ്ഞാൽ അത് തൃശ്ശൂർ തന്നെ മത്സരിക്കും. നേതൃത്വം അങ്ങനെ വല്ലതും പറഞ്ഞു വെച്ച് മത്സരത്തിന്റെ കാര്യം വല്ലതും നേതൃത്വത്തിന് ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ദിവസങ്ങൾ ഇവിടെ ക്യാമ്പ് ഉണ്ടാവുമോ അതോ എങ്ങനെയാണ്? ക്യാമ്പ് ഉണ്ടായില്ല, ഇതെന്റെ വീടുണ്ട്, സ്വന്തം വീടുണ്ട്. ഞാൻ വരാറുണ്ട്, പോകാറുണ്ട്, ആരെയും അറിയിക്കാറില്ല. പക്ഷെ അതല്ല, ഇനിയുള്ള പ്രവർത്തനം തൃശ്ശൂരേക്ക് മാറ്റുമെന്നുള്ളതാണ്. അല്ല, ഇനിയിപ്പോൾ അത് ഞാനല്ല, വേറെ ആളാണെങ്കിലും എൻ്റെ പ്രവർത്തന മണ്ഡലം തൃശ്ശൂർ തന്നെയായിരിക്കും. തൃശ്ശൂർ ആര് നിൽക്കുമോ അവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഒരു